കുഞ്ഞു ക്രിസ്മസ് ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഒരു കുഞ്ഞു ക്രോപ്പ് ടോപ്പാണ്, മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഐബ്രോസ് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചത് ഓക്കെ നമുക്കൊരു വീഡിയോ എടുത്ത് കളയാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പിന്നെ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെമാക്കോയുടെ ആണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഹൈഡ്രോണിക് ആസിഡ് സിറം മാമാർത്തിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് സിറമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിറമാണ്, ഭയങ്കര അടിപൊളി ഒരു സിറമാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഹൈഡ്രോണിക് ആസിഡ് ഇട്ടത് കൊണ്ട് തന്നെ ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യരുത്, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ ഐബ്രോസ് ഒന്നും കൂടെ അത് സെറ്റ് ചെയ്ത് കൊടുത്തു, കാരണം പകുതിക്ക് വെച്ചിട്ട് നിർത്തിയിട്ടാണ് വന്നത്. ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഐ ഷാഡോ ഇടുകയാണ്. ഒരു ന്യൂഡ് പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ബ്രഷ് ഞാൻ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മേടിച്ചതാണ്. 120 രൂപ അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഭയങ്കര അടിപൊളിയാണ്. ഇത് ഇത്രയും വീതിയുള്ളതായതുകൊണ്ട് നമുക്ക് ബ്ലെൻഡിങ്ങിന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടിപ്പിടിച്ച് ബ്ലെൻഡ് ചെയ്യുന്നതിന് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഔട്ടർ കോർണറിൽ വേറൊരു കളർ ഇട്ട് കൊടുത്തിട്ട് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ട താഴെ സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ആ കളർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐ ഷാഡോ ഒന്ന് ഇട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കണ്ണ് ശരിക്കും പറഞ്ഞ ഒരു ഭംഗി കിട്ടുന്നത് കേട്ടോ. അപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ട മുകളിലും ഔട്ടർ കോർണറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഇന്നർ കോർണേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു പോപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒരു പിങ്ക് എടുത്തിട്ട് ലൈറ്റായിട്ട് ആ നടുക്കിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഓവറായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, ഞാനിവിടെ മാമ എർത്തിൻ്റെ ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ഒരു ബ്രൗൺ ന്യൂഡ് നമുക്ക് പറയാം, പക്ഷേ ഇത് കുറച്ചുകൂടെ ഭംഗി ഡീപ്പർ സ്കിൻ ടോൺസിനായിരിക്കും കേട്ടോ. ഡസ്കി സ്കിൻ ടോണാണ് ഏറ്റവും നന്നാവുക. എനിക്ക് ആദ്യം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പിങ്ക് ബ്രൗൺ അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലൈറ്റായിട്ട് എനിക്ക് വേറെ ഏതൊരു കളർ പോലെയാണ് വരുന്നത്. സ്കിൻ ടോണിനനുസരിച്ചിട്ട് കളർ മാറാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് എനിക്ക് ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. എക്സാക്ട്ലി വീഡിയോയിൽ കാണുന്ന ഈ ഒരു കളറിൽ ലൈറ്റ് വരുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കുറച്ചുകൂടി ലൈറ്റായിട്ടാണ് കാണിക്കുന്നത്, കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്, അടിപൊളിയാണ്. ഡസ്കി ഡീപ്പർ സ്കിൻ ടോണൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചോ, നല്ലതാണ്. പിന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ മുടിയൊന്ന് അഴിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി സൺസ്ക്രീൻ ഇടാം കേട്ടോ. കാരണം സൺസ്ക്രീൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അല്ല, നമുക്ക് സൺസ്ക്രീൻ ഇടുന്നതിന് മുന്നേ നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കണം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ക്രേസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ എഡിഷനിലുള്ള മസ്കാര. ഇത് നമുക്ക് കഴുകിക്കളയാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതെടുത്തിട്ടത്. അത് നന്നായിട്ട് ആദ്യമേ ഞാൻ ലെങ്തനിങ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തത്. മസ്കാര ഇട്ട് കഴിഞ്ഞപ്പോൾ വന്ന ഡിഫറൻസ് കണ്ടോ, അടിപൊളിയാണ് കേട്ടോ മസ്കാര. അപ്പോൾ എനിക്ക് വാഷബിൾ മസ്കാരാസ് ആണ് കുറച്ചുകൂടി ഇഷ്ടം. നല്ല ലോങ് വെയർ പരിപാടിക്കൊക്കെ പോകുകയാണെങ്കിൽ മാത്രമേ ഞാൻ വാട്ടർ പ്രൂഫായിട്ടുള്ള മസ്കാര ഇടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പീലിക്ക് ഭയങ്കര ദോഷമാണ്, പീലി കൊഴിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ കണ്ട താഴെ ഞാൻ നന്നായിട്ട് തന്നെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വോളിയം വെക്കാനായിട്ടുള്ള മസ്കാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് കണ്ടോ. രണ്ട് സൈഡിലും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് രണ്ടും യൂസ് ചെയ്യാം. എനിക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അപ്പം കണ്ടോ, ആ ഒരു വോളിയത്തിൻ്റെ ഒരു ഒറ്റ കോട്ട് കൊടുത്തപ്പോൾ തന്നെ എന്തോരം ഡിഫറൻസ് വന്നു. നമുക്ക് രണ്ട് സൈഡ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് നല്ലൊരു മസ്കാരയാണ്, പക്ഷേ എന്താ പറയുക, ചെറുതായിട്ട് വെള്ളം നനഞ്ഞാലും ഒലിച്ചു വരും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇത് ഡെർമ ടച്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ആക്നെ പ്രോ SPF 50 PA+++ ഉള്ള സൺസ്ക്രീനാണ്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ആക്റ്റീവ്സ് ആണ് കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അലോവേറ ജെൽ ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ സ്കിന്നിലേക്ക് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അങ്ങോട്ട് അബ്സോർബായി പോകുന്നുണ്ട്. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് യൂസിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിൽ ഫ്രാഗ്രൻസ് ഒന്നും ഇല്ല. അതേപോലെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലി ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. നോൺ ആക്നേജനിക് ആയിട്ടുള്ള ആക്റ്റീവ്സ് ആണ് കേട്ടോ ഇതിനകത്തുള്ളത്. അതായത് നമുക്ക് പിമ്പിൾസോ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഇത് ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിട്ടതിന് ശേഷം ഞാൻ ഇവരുടെ തന്നെ SPF 90 ഉള്ള നയസിനമൈഡ് 1% ടിൻറ്റഡ് BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 90+ ആയിട്ടുള്ള സൺസ്ക്രീൻ ഉള്ളത് കൊണ്ട് തന്നെ സൺ പ്രൊട്ടക്ഷനും അതേപോലെ റേഡിയൻ സ്കിന്നും തരുമെന്നാണ് ഇവർ ക്ലെയിം ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതിൻ്റെ എന്താ പറയുക, BB ക്രീമിൻ്റെ കളർ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു പിങ്ക് ടോൺ അങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ഒരു യെല്ലോ അണ്ടർ ടോൺ അല്ല ഇത്. എനിക്ക് ആ ഒരു അണ്ടർ ടോൺ ഡിഫറൻസ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിട്ട് കഴിയുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് സ്വെറ്റിങ് അനുഭവപ്പെട്ടു. പെട്ടെന്ന് ഇട്ടപ്പോൾ മേ ബി എന്തെങ്കിലും എനിക്ക് പിടിക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവാം, അതിൻ്റെ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരിക്കും കേട്ടോ, അതിൻ്റെ ആയിരിക്കും. ഇപ്പോൾ SPF 90 ഞാൻ ആദ്യമായിട്ടല്ലേ യൂസ് ചെയ്യുന്നത്.
അതൊക്കെ ആയിരിക്കും എന്താണെന്ന് എനിക്ക് രാത്രി ഇതിട്ട് കുറച്ച് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്വെറ്റി ആവുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് മുഖം ഒന്ന് പ്രസ് ചെയ്ത് ഈ സ്വെറ്റിനെയൊക്കെ അബ്സോർബ് ആക്കി കഴിഞ്ഞതിന് ശേഷം പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്ക് സ്വെറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ഭയങ്കര BB ക്രീം ഇട്ട എഫക്റ്റ് ഒന്നുമില്ല, എന്നാലും ഒരു എന്തൊക്കെയോ ഒരു കളർ നമുക്ക് തോന്നിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം, ചെറിയൊരു ടോൺ ഡിഫറൻസ് തോന്നിക്കും, അത്രേ ഉള്ളൂ. അല്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കായിരുന്നു അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.